നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന സമയങ്ങളിൽ സ്കൂളിൽ PTA മീറ്റിംഗ് ഉണ്ടാവാറുണ്ട്. വീട്ടിൽ നിന്ന് അച്ഛനോ അമ്മയോ ആരെങ്കിലും നമ്മുടെ കൂടെ വന്ന് ടീച്ചേഴ്സ് നമ്മുടെ കുറേ കുറ്റങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് വഴക്കൊക്കെ കേട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ പോകാനാണ് പതിവ്. ഈ സെയിം കൺസെപ്റ്റിൽ ഒരു അമ്മയും മകനും കൂടി എന്നെ കാണാൻ വന്നിരുന്നു ഒരു 2 വർഷം മുമ്പ്. ആൾ കുറച്ച് ചലഞ്ചിങ് ആണ്. അമ്മ ഇതേപോലെ വന്ന് മകൻ്റെ കുറേ കുറ്റങ്ങളും കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ അതെല്ലാം കേട്ടു. ആ അമ്മയ്ക്ക് പോലും ഒട്ടും ഒരു കോൺഫിഡൻസ് ഇല്ല ഇവനൊരു എക്സാം എഴുതി എടുക്കുമോ എന്നുള്ള കൺസെപ്റ്റിൽ. അപ്പോൾ ഞാൻ അത് അമ്മയടുത്ത് പറഞ്ഞു, നമുക്ക് ശ്രമിക്കാം. അവനെ ക്ലാസ്സുകളിലിരുത്തി ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എല്ലാ മാസത്തെയും എല്ലാ കുട്ടികളുടെയും പ്രോഗ്രസ് റിപ്പോർട്ട് എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇദ്ദേഹത്തിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ടുകളും നോക്കുന്നുണ്ട്. അപ്പോൾ ആ അമ്മ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് നോക്കുന്നുണ്ട്, ഇവൻ പഠിക്കുന്നുണ്ടോ, എന്താണ് കാര്യങ്ങളെന്ന്. എനിക്ക് തോന്നുന്നു അങ്ങനെ രക്ഷാകർത്താക്കളെ വിളിക്കുന്ന രക്ഷാകർത്താക്കളുടെ എണ്ണം കുറവാണ്. ഒരു മാസത്തിൽ 2 തവണയെങ്കിലും എന്നെ എന്ത് ചെയ്യാറുണ്ട്, വിളിച്ച് ചോദിക്കാറുണ്ട്. അദ്ദേഹം പതുക്കെ പഠിച്ചു തുടങ്ങി. 2 വർഷം എടുത്തു അദ്ദേഹം ഒരു സെൻട്രൽ സർവീസിലേക്ക്, ഒരു ഓഫീസർ ലെവൽ പോസ്റ്റിലേക്ക് എഴുതിയെടുക്കാനായിട്ട്. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ റിസൾട്ട് എന്നും എൻ്റെ ഓർമ്മയിൽ ഇരിക്കാൻ കാര്യം, എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങളുടെ അമ്മ ഒരു PTA മീറ്റിങ്ങിന് പോയിരുന്ന് കേട്ടുള്ള കുറേ കാര്യങ്ങൾ ഞങ്ങൾ അതേപോലെ വന്നിരുന്ന് കേൾക്കുകയും ഞങ്ങൾക്ക് അതേപോലെ ആ കുട്ടിയെ അതിനനുസരിച്ച് മോൾഡ് ചെയ്തെടുത്ത് അദ്ദേഹത്തിൻ്റെ ലൈഫ് സെക്യൂർ ആക്കാൻ പറ്റി. ആ അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റിയ സന്തോഷങ്ങളിൽ ഏറ്റവും വലിയ സന്തോഷങ്ങളിലാണ് ഒന്ന്. അത് ചെയ്യാൻ പറ്റിയതിൽ വലിയ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്.